മുതിര പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു 1/2 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് ആദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ ഒരു കളർ നന്നായിട്ട് വ്യത്യാസം വന്നിട്ട് നല്ലൊരു മണം വരുന്നത് വരെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്ത് പൊടിച്ച് അരിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ആദ്യം ചേർക്കുമ്പോഴുള്ള ഈ കളർ മാറിയിട്ട് നല്ലൊരു കളർ വ്യത്യാസം വന്ന് നല്ലൊരു മണം വന്നു തുടങ്ങും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് നല്ലൊരു വ്യത്യാസം വരുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒരല്പം ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് തൊട്ട് നോക്കുമ്പോൾ ഇപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഒരല്പം ചൂട് കുറയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ തട്ടി നന്നായിട്ട് അരിച്ചെടുക്കാം. ബാക്കി വരുന്ന തരികൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കുന്ന ഒരു 1/4 കപ്പ് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കാം. ശർക്കരയുടെ മണ്ണും പൊടിയൊക്കെ മാറി കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം അരിച്ചെടുക്കാം. ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കുറുക്കണ്ട, ഈ ഒരു പാകത്തിന് ഒരു അരിപ്പയിൽ ഒഴിച്ച് അരിച്ചെടുക്കാം. ഇത് അവസാനമായിട്ട് എല്ലാം കൂടെ ഉള്ള ഒരു മിക്സിംഗ് ആണ്. അരിച്ചു വെച്ചിരിക്കുന്ന മുതിരപ്പൊടി ഒരു 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒരു 3 മുട്ടയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ടാണ് അവസാനമായിട്ട് മുകളിലിടുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു അടപ്പ് വെച്ച് നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മിക്സ് ഒഴിച്ച് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂട് മാറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം.